20 വർഷം മുമ്പ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുത്തിട്ടുള്ള ഒരാൾ ഇന്നേ വരെ ആ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടില്ല. വേറെ ആരുമില്ല, എൻ്റെ അച്ഛനാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനൊന്ന് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അനിയത്തിയും പ്രാർത്ഥിച്ചതിന് കയ്യെ കണക്കില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗൾഫുകാരുടെ മക്കൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ലേബലുണ്ടായിരുന്നു. അതായത് അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അവർ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നിയിട്ട് ഇതുപോലെ നമുക്കും വേണം. അതിനിപ്പോൾ എന്താ വഴിയെന്ന് വിചാരിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും വിചാരിച്ചിരുന്നത് അച്ഛനെ ഗൾഫിലേക്ക് വിടാം, അതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സാധനം കിട്ടുമല്ലോ. ഈ ഒരു തോട്ടായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷെ എൻ്റെ അച്ഛൻ അന്ന് ഗൾഫിൽ പോവാത്തതിൽ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. വേറെ ഒന്നല്ല, പുള്ളി ഇത്രയും വർഷം നാട്ടിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പ്രവാസിയതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അന്ന് എൻ്റെ അച്ഛൻ ഗൾഫിൽ പോവാത്തത് വളരെ നന്നായിരുന്നു എന്നുള്ളത്. വേറെ ഒന്നല്ല, ഇത്രയും നാൾ ഓക്കെ പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇത്രയും നാൾ പുള്ളി നാട്ടിലുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു. ഓക്കെ, ചില ആളുകൾ അച്ഛന്മാർ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കണക്ഷൻ പോലും ഇല്ലാത്ത ആളുകളുണ്ട്. കൊണ്ടുവരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഒരു ഗസ്റ്റിനെ പോലെ മാത്രം കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അച്ഛനായിട്ട് പ്രത്യേകിച്ച് ഒരു കണക്ഷനും കാര്യങ്ങളും ഉണ്ടാവില്ല, എല്ലാവരുടെ കാര്യമില്ല കേട്ടോ. പക്ഷെ ചില പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ അച്ഛന്മാർ ഗൾഫിൽ പോകണമെന്ന് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും അച്ഛന്മാർ ഗൾഫിലുണ്ടായിട്ടും നാട്ടിലേക്ക് കൊണ്ടുവന്ന് സെറ്റിലാക്കണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് എവിടെയുണ്ട്, ഗൾഫിലുണ്ട്. എനിക്ക് ഒരുപാട് പേരറിയാം, അച്ഛന്മാരെ നാട്ടിൽ കൊണ്ടുവരണം, സെറ്റിലാക്കണം എന്ന് വിചാരിച്ചിറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഗൾഫിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ.